പടം കൊള്ളാടെ എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല ക്ലാസ് ആയിട്ട് എടുത്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ മറ്റേ എഴുച്ചിലും സാധനമൊന്നുമല്ല, നല്ല രസമുണ്ട് കാണാനൊക്കെ. അല്ലാതെ സിനിമ വൈസ് ഒട്ടും ഇഷ്ടം എടുത്തിട്ടുണ്ട്, അതൊക്കെ നന്നായിട്ടുണ്ട്. പക്ഷേ സ്ക്രിപ്റ്റും ഡയറക്ഷനും ബമ്പേ പാളിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ലാൽ ഒരു ഫിലിം മേക്കർ എന്നുള്ള രീതിക്ക് നമുക്ക് കാണുമ്പോൾ അതിൻ്റെ അകത്തുള്ള ഇഷ്ടങ്ങൾ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ടോവിനോയുടെ ലുക്ക് അത് നമ്മളെ മലയാളത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ടോവിനോയുടെ ലുക്ക് വേറെ ലുക്കാണ്. അങ്ങനെ ജീൻ പോൾ ലാൽ സംവിധാനം ചെയ്ത് നമ്മൾ ടൊവിനോ തോമസ് ഭാവനയെല്ലാം പ്രധാന വരുന്ന നടി കർണ കേസാണ്. അപ്പോൾ സിനിമയോടൊന്ന് സിനിമയുടെ പ്രശ്നം ചോദിച്ചു നോക്കാം. അടിപൊളിയാണ്. എടുത്തു പറയാനാണെങ്കിൽ ഇത്തിരി കൂടെ അഭിനയം ഓരോ ഇതായിട്ട് നമ്മളിപ്പോൾ ഇമ്പ്രൂവ് ചെയ്ത് നല്ല ഇതായിട്ട് പറഞ്ഞു. കോമഡിയൊക്കെ ഉണ്ട്. ടൊവിനോയുടെ ആക്ടിങ് കൊള്ളായിരുന്നു. പടം കുടുംബ പ്രേക്ഷകർക്കൊന്ന് വന്നിരുന്ന് കാണാൻ പറ്റുന്ന അങ്ങനെ വലിയതായിട്ടുള്ള പടമൊന്നുമില്ല. ഒരു ആവറേജ് മൂവി എന്നേ പറയാൻ പറ്റുള്ളൂ. പിന്നെ ടോവിനയുടെ റോള് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം കോമഡികളുണ്ട്. പിന്നെ ഭാവന ചേച്ചിയുടെ ഒരുപാട് നാളുകൾക്ക് ശേഷമുള്ള ഒരു എന്താ പറയുക, കുഴപ്പമില്ല. എന്നാലും അവർ അധികം റോളൊന്നുമില്ല, എന്നാലും ആ ഒരു ചെറിയൊരു റോള് നല്ലവണ്ണം അവർ ചെയ്തിട്ടുണ്ട്. പിന്നെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടോവിനോയുടെ ലുക്ക് അത് നമ്മളെ മലയാളത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോവിനോയുടെ ലുക്ക് വേറെ ലുക്കാണ്. ആ ലുക്ക് ഇനി ആർക്കും കൊടുക്കാൻ പറ്റില്ല, പൃഥ്വിരാജിനാലും പറ്റൂല. പടം കൊള്ളാടെ എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല ക്ലാസ് ആയിട്ട് എടുത്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ മറ്റേ എഴുച്ചിലും സാധനമൊന്നുമല്ല, നല്ല ക്ലൈമാക്സ് കുറച്ചുകൂടി മോശമൊന്നുമല്ല, നമ്മൾ കുറച്ചുകൂടി എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. നല്ല നൈസായിട്ട് നല്ലൊരു ഫീലാണ്. എല്ലാവരും കണക്റ്റ് ആവുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ, എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്കിഷ്ടപ്പെട്ടു. സംഭവം എന്ന് പറഞ്ഞാൽ ഇതിൽ ചുരുക്കി പറഞ്ഞാൽ ഒരു സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള ഒരു നടൻ ഒരു റെഡ് കാർപ്പറ്റിൽ നമ്മൾ കാല് വയ്ക്കും. ഇപ്പോൾ നോർമലായിട്ട് ഒരു നടനായിട്ട് വന്നിട്ട് റെഡ് കാർപ്പറ്റിൽ കാല് വയ്ക്കുമ്പോൾ ആൾ വലിയ ആളായി എന്ന് കാണിക്കുന്ന ഒരു സംഭവമാണ്. അപ്പോഴത്തേക്ക് ആരെയും വിലയില്ല, മതിപ്പില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സെറ്റിൽ ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന സംഭവ വികാസങ്ങളാണ് ഈ പടത്തിൽ കൂടെ കൊണ്ടുവന്നത്. പിന്നെ പുള്ളിക്കാരൻ്റെ ഒരു രീതിക്ക് അവർ മാറ്റങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അതിൽ. ടൊവിനോ തോമസ് എന്ന വ്യക്തി അത് നല്ല വ്യത്യസ്തമായിട്ടുള്ള രീതിക്ക് കാണിച്ചിട്ടുണ്ട്. ജീൻ പോൾ ആകുമ്പോൾ അറിയാലോ, അത്യാവശ്യം ഒരു കുറച്ച് വൈബും ബാക്കി കാര്യങ്ങളിലായിട്ടാണ് പടം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാറുള്ളത്. അത് അതേ രീതിക്ക് തന്നെ കൊണ്ടുപോയിട്ടുണ്ട്. ഇടയ്ക്ക് നമ്മളൊരു ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ ഒരു മേക്കിംഗ് സ്റ്റൈലൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത്യാവശ്യം എന്താ പറയുക, ന്യൂ ജെന്നിന് വേണ്ടിയുള്ള ചീത്തവിളി ബാക്കി കാര്യങ്ങളൊക്കെ പടത്തിൻ്റെ അകത്തുണ്ട്. അത് അങ്ങനെയൊന്നുമില്ല. പക്ഷേ എനിക്കെന്തോ ആസ് എ ഒരു ഫിലിം മേക്കർ എന്നുള്ള രീതിക്ക് നമുക്ക് കാണുമ്പോൾ അതിൻ്റെ അകത്തുള്ള ഇഷ്ടങ്ങൾ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. നടികർ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു മൂവിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. എടുത്തു പറയാൻ അങ്ങനെ കോമഡി എല്ലാം പൊളിയാണ്. ഒരു കോമഡി ഒന്നും അങ്ങനെ ക്രിഞ്ചായിട്ടില്ല. എല്ലാം നല്ല പക്ക ബാലൻസ് എല്ലാം. പിന്നെ ടൊവിനോ ഒക്കെ ആദ്യം മൂലം അവസാനം വരെ പുള്ളി പക്ക അങ്ങ് അഭിനയിച്ചെല്ലാം പൊളിയാണ്. പിന്നെ കണ്ടന്റ് അറിയാമല്ല, അത് തന്നെ കണ്ടന്റ് ആ ടൈപ്പ് തന്നെ എല്ലാം നമുക്ക് ആദ്യം മൂലം അവസാനം വരെ നമുക്ക് എല്ലാം ഊഹിക്കാൻ പറ്റും. എങ്കിലും പടത്തിൻ്റെ ആ ഒരു ഒഴുക്ക് എല്ലാം പക്കയാണ്. ഒരിടത്തങ്ങ് ലാഗ് അങ്ങനെയൊന്നുമില്ല, കണ്ടങ്ങിരിക്കാൻ പറ്റും. അങ്ങ് ടൊവിനോയുടെ സ്റ്റൈല് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട്. പക്ഷേ സ്ക്രിപ്റ്റ് വൈസ് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഒന്നും എനിക്കൊന്നും പറയാനില്ല. ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ടൊവിനോ നല്ല രസമുണ്ട് കാണാനൊക്കെ. അല്ലാതെ സിനിമ വൈസ് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ടീസർ കണ്ടപ്പോൾ ഭയങ്കര സൂപ്പറാണെന്നാണ് വിചാരിച്ചത്. ആവറേജ് ഒരു ആവറേജ് എക്സ്പീരിയൻസ് തന്നെയാണ് എനിക്ക്. പറയല്ല കേട്ടോ, എന്തിനോ വേണ്ടി തിളച്ച സാമ്പാറും അല്ലേ കഥയും. അതേപോലെ ആകെ ടൊവിനോയുടെ ലുക്കും പിന്നെ ആദ്യത്തെ 30 മിനിറ്റ് കുറച്ച് സ്റ്റൈലിഷ് മേക്കിംഗ് ഉണ്ട്, അത് കൊള്ളാം. പടം കുറച്ച് ബിലോ ആവറേജ് ആണ്. നമ്മൾ ടീസർ ഇസ് നോട്ട് എ പ്രോമിസ്. ടീസർ എക്സ്പെക്ട് ചെയ്ത് വന്നത് വെച്ച് വളരെയധികം ഡിസപ്പോയിൻറ്റഡ് ആയിപ്പോയി. ടൊവിനോ കാണാനും ടൊവിനോയുടെ ലുക്കും ഇതെല്ലാം നന്നായിട്ട് ഡെപ്പിക്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്, അതൊക്കെ നന്നായിട്ടുണ്ട്. പക്ഷേ സ്ക്രിപ്റ്റും ഡയറക്ഷനും ബമ്പേ പാളിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ലാൽ ജൂനിയറിൻ്റെ ഗ്രാഫിൽ ഒരു കുറഞ്ഞു നിൽക്കുന്ന ഒരു പടമായിട്ട് തന്നെ ഇത് വരും. കാരണം അത്രത്തോളം ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. പിന്നെ കണ്ടുകൊണ്ടിരിക്കാം. സെക്കൻഡ് ഹാഫ് കുറച്ച് ലാഗും ക്ലീഷേ ക്രിഞ്ച് സാധാ നോർമൽ ക്ലൈമാക്സും കാര്യങ്ങളും അങ്ങനെ എല്ലാം എക്സ്പെക്റ്റഡ് ആണ്. ഒരു എൻഗേജിങ് ആയിട്ടുള്ള ഒരു എലമെൻറ്റും ഇല്ല. പിന്നെ ഒരു സ്റ്റൈലിഷ് ആയിട്ടുള്ള ടൊവിനോനെ കുറച്ച് നേരം കാണാമെന്നുള്ളൊരു ഇതാണ് അതിലുള്ളത്. പിന്നെ പ്രത്യേകം പറയേണ്ട സുരേഷ് കൃഷ്ണൻ നന്നായിട്ടുണ്ട്. അതുപോലെ തന്നെ ചന്തു സലിംകുമാർ വളരെ കുറച്ച് സീക്വൻസസേ ഉള്ളൂ, അതെല്ലാം പുള്ളി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്.